നിങ്ങളൊരു പാട്ട് കേട്ടിക്കുന്ന ഇല്ല. പെണ്ണിന്റെ കൂറ്റ് മോന്തായം കേക്കല്ലേ, പെണ്ണിന്റെ മോന്ത നാട്ടാരെ കാണല്ലേ, പെണ്ണായി പിറന്നാൽ അച്ചടക്കം വേണം, പെണ്ണിന്റെ ശരീരം കൃഷിഭൂമിയാണല്ലോ. പെണ്ണിന്റെ കൂറ്റി മോന്തായം കേക്കല്ലേ. ഇതാരെഴുതിയതാ സൈനബേ? മൂപ്പര് പാട്ടൊക്കെ നന്ന് സൈനബേ. ഇത് വനിതാ കമ്മീഷൻ കേട്ടാലേ ഉണ്ട തിന്നേണ്ടി ഒരു മൂപ്പര്. സൈനബ ഇങ്ങനെയാണ് ചിന്തിക്കോ? പഴയ മനുഷ്യന്മാര് ചിന്തിച്ചു. നമ്മക്കില്ലേ ഒരു ഫോണ് വാങ്ങണമെന്നുണ്ടേന്, പക്ഷെ മൂപ്പര് സമ്മതിക്കൂല. അതെന്താ? അതങ്ങനെയാ. ഫോണ് പെണ്ണുങ്ങൾക്ക് പിശാസാണ് പോലും, പിശാസ്. അപ്പൊ ആണുങ്ങൾക്കോ? ഓർക്കൊരു കുഴപ്പമില്ല. പിന്നെ നാണിയമ്മേ, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ട്. അതിലില്ലേ കോഴിയട, മുട്ടമാല, മുട്ടസുർക്ക, ടയർ പത്തിരി, അങ്ങനെ എൻ്റെ ഉമ്മ പഠിപ്പിച്ചെല്ലോ നാട്ടുകാരെ പഠിപ്പിക്കണം എന്നുണ്ട്. എന്നിട്ട് കൊറേ പൈസ ഉണ്ടാക്കണം. എനിക്കൊരു മൊബൈല് വാങ്ങിക്കാൻ പറഞ്ഞൂടെ? എന്റെ മോൻ അയച്ചുതരാന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വാസിയില്ലേ? നിങ്ങൾ ആരോടും പറയണ്ട. ഓനെ പുതിയൊരു സമുദായത്തിൽ ചേർന്നിക്കുന്ന എക്സ് മുസ്ലിം. അങ്ങനെ മുസ്ലിം ഉണ്ടോ? അങ്ങനെ ഒരു മുസ്ലിം ഉണ്ട്, നമ്മളെ സുന്നി മുജാഹിദ് ഇങ്ങനെയൊക്കെ പറയുന്നേ. അതുപോലൊരു പുതിയ കൂട്ടരാണ് എക്സ് മുസ്ലിം. ഓ വരുന്നുണ്ട്, അലാക്കിൽ അന്യാവിലും. കുരിപ്പേ, അന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഇത് മുഴുവൻ മറച്ചിട്ട് വേണം പുറത്തിറങ്ങാണ്ട്. അല്ല കോയാ, അത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ? ഇവിടെ മാത്രമേ ഉള്ളൂ? ഇവിടെ ചുറ്റിക്കുന്ന ആൾക്കാർ വേറല്ലേ കുറെ ആൾക്കാർ? ആര്? നിങ്ങൾ കാണുന്നില്ല? ആര് കണ്ണു? അങ്ങോട്ടേക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയോ? ഇവിടെ ഉണ്ടോ നോക്കിയോ? ഇവിടെ ഉണ്ടോ നോക്കിയോ? എന്നാലേ അവിടെ കണ്ട് മരക്കുണ്ട്, അള്ളാന്റെ മരക്കുണ്ട്. ഓലിങ്ങനെ ക്യാമറ വെച്ചിട്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറിയോ? മരക്കൾ തന്നെ. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓല് കുളിമുറിയോ? പിന്നെ കുളിമുറിയിൽ കണ്ടിക്കുവോ? അതുകൊണ്ടല്ലേ മൂടിയിട്ട് കുളിക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ കിടക്കണ ആത്തോ? അത് ആ സമയത്ത് ഓല് ഇങ്ങനെ അങ്ങനെ കണ്ണടച്ച് പിടിക്കും ഓല്. വൃത്തിയിട്ട പോലെ മലക്കുകളാ. എന്താ ചിരിക്കുന്നേ? പടച്ചോനെ, അടുത്ത ജന്മെങ്കിലും ഒരു മലക്കായി ജനിക്കണേ. എന്തിനാടോ? അതെല്ലാം കാണാലോ. ഇപ്പൊ ഹലാക്കിന്റെ അവലും കഞ്ഞിയായല്ലോ. ഹലാക്കിന്റെ അവലും കഞ്ഞി.